ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി നോക്കിയാലോ. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു പാന് അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആ നെയ്യിലേക്ക് സൺഫ്ലവർ ഓയിലും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അത് ചൂടായി വരുമ്പം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. സവോള ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഷുഗർ കൊണ്ട് ചേർത്ത് കൊടുത്താൽ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും സവോള ഫ്രൈ ചെയ്ത്. അപ്പം ഈ സവോള ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന സെയിം ഓയിലിലേക്ക് തന്നെ നമുക്ക് കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ചേർത്തിട്ട് അതും ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ബിരിയാണി ഉണ്ടാക്കുന്നതിന് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ചിക്കൻ നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അതും നമുക്ക് ഈ എണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ചിക്കനെല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സവോള എടുത്തിട്ട് ഇതിലേക്കിട്ട് വഴറ്റിയെടുക്കാം. നമുക്ക് ചിക്കൻ്റെ ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സവോള ഇതിലേക്കിട്ട് വഴറ്റിയെടുക്കാം. ഈ സവോള വഴറ്റുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് നന്നായിട്ട് വഴണ്ട് കിട്ടും. ഉപ്പ് പിന്നെ അതിന് ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 പച്ചമുളക് പിന്നെ നമ്മളുടെ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക. പച്ചമുളകും പിന്നെ നമുക്കൊരു ഏകദേശം ഒരു നല്ല വലുപ്പത്തിലുള്ള ഒരു തക്കാളിയും കൂടെ കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പം ഇതിലേക്ക് ചേർക്കുന്ന പൊടികൾ ഞാനിപ്പോൾ കുരുമുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. പെപ്പർ പൗഡറാണ് ഇത് ചേർക്കുന്നത്, ഹോൾ പെപ്പറല്ല ഇതിലിടുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം, വലിയ ജീരകം ഇട്ട് കൊടുക്കാം, ഗ്രാമ്പൂ, പിന്നെ ഏലക്ക, മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ചിക്കൻ മസാല ഇടുന്നുണ്ട് ഇതിൽ. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് ഗ്രേവി ഒന്ന് കുറുകുന്ന പോലെ ആക്കിയെടുക്കുക. ഒത്തിരി കുറുകിയെടുക്കേണ്ട, ചെറിയൊരു ഗ്രേവി കിട്ടുന്ന പോലെ നമുക്കത് എടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ റൈസ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒത്തിരി ഒരു വാട്ടറി ഫീലിംഗ്, ഒരു ജ്യൂസി ഫീലിംഗ് ആയിരിക്കണം നമുക്കിതിൽ ഇത് മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്നത്, അല്ലാതെ ഒത്തിരി ഡ്രൈ ആയിട്ട് പോകാൻ പാടില്ല. അപ്പോൾ അങ്ങനെ എന്നാലേ ഉള്ളൂ അതിലേക്ക് മസാലയെല്ലാം നല്ലതായിട്ട് റൈസിലേക്ക് ചേർന്നിട്ട് നമുക്ക് നല്ല ഒരു ബിരിയാണി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയനും കിസ്മിസും കാഷ്യൂനട്ടും ഒക്കെ ഇതിലേക്ക് ഈ സമയത്തേക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡിയായി.